ഈരാറ്റുപേട്ടയിലെ തിക്കോയി കേന്ദ്രീകരിച്ച് നവജാത ശിശുക്കളെ കടത്തുന്ന സംഘം എന്നാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ എത്തിച്ച് പ്രസവശേഷം കുഞ്ഞുങ്ങളെ വിൽക്കുന്നു എന്നുള്ളതാണ് ആരോപണം. വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. തിക്കോയി കുട്ടിക്കടത്ത് കേസിൽ അന്വേഷണം ഇപ്പോൾ പോലീസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കോട്ടയം തിക്കോയിയിലെ കുട്ടിക്കടത്ത് മാഫിയയെക്കുറിച്ച് നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതികൾ ഇതിനു മുൻപും കുട്ടികളെ വിറ്റിട്ടുണ്ട് എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജപ്പേരിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് തട്ടിപ്പുകാർ യുവതികളെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇവരെ കെണിയിൽ വീഴ്ത്തുകയാണ് സംഘത്തിന്റെ രീതി. കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തെ തുടർന്ന് വിപുലമായ രീതിയിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ആണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കുട്ടികളെ ക്രൂരമായ രീതിയിൽ ഉപേക്ഷിക്കുന്നതിന്റെ ബക്കറ്റിലൊക്കെ കുട്ടികളെ കണ്ടെത്തുന്ന വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വളരെ വലിയ ഒരു വാർത്തയാണ് ഇത്. നമ്മളോടൊപ്പം ഇപ്പോൾ പ്രോലൈഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ അദ്ദേഹവും കൂടി ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ആദ്യം ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് യുവതികളെ ഗർഭിണികളെ ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നൊക്കെ പറയുന്ന കാര്യം, കുട്ടികളെ വിൽക്കുന്ന ഒരു കാര്യം എത്രത്തോളം തീവ്രമാണത്? അതും ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടം കൂടിയാണ്. പലപ്പോഴും പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളുണ്ട് എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്ന സ്ഥലമാണ്. മദ്യവും മയക്കുമരുന്നും സുലഭമായി ലഭിക്കുന്ന സ്ഥലം എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്നാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. എങ്ങനെയാണ് നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുക? തീർച്ചയായിട്ടും KCBC പ്രോലൈഫ് സമിതിയെ സംബന്ധിച്ച് ഇതൊരു ഗൗരവതരമായിട്ടുള്ളതും ഒപ്പം തന്നെ നമുക്ക് വളരെ വേദനാജനകരമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം കുറച്ച് നാളുകളായിട്ട് ഇതൊരു ആദ്യത്തെ സംഭവമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇത് കേരളത്തിൽ പലയിടത്തായിട്ട് ഇത്തരത്തില് കുഞ്ഞുങ്ങളെ പ്രസവശേഷം അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി മറ്റു സ്ഥലത്തേക്ക് വിറ്റ് അതിൽ ലാഭം കണ്ടെത്തുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. പലപ്പോഴായിട്ടുള്ള വാർത്തകൾ വരുന്നുമുണ്ട്. ഇത് കുറച്ചുകൂടെ ഗൗരവതരമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാല് 1956 ദത്തെടുക്കുവാനുള്ള ആ നിയമം ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിന്റനൻസ് ആക്ട് എന്ന ആക്ട് ഉണ്ടെങ്കിലും 2015 അതിനെ കുറച്ചുകൂടെ ഉദാരമാക്കിക്കൊണ്ട് സിംഗിൾ, അതായത് വിവാഹിതരാകാത്ത ആളുകൾക്ക് പോലും ദത്തെടുക്കാമെന്ന രീതിയിലേക്ക് ഭേദഗതികൾ കൊണ്ടുവന്നപ്പോൾ ആ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനനുസരിച്ച് 2015 ഇത്തരത്തിലൊരു ഭേദഗതികളൊക്കെ കൊണ്ടുവന്നപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ഇത്തരത്തിൽ ദത്തെടുക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇന്ത്യയിലെ കണക്കനുസരിച്ച്, ഏറ്റവും പുതിയ കണക്കനുസരിച്ച് നവദമ്പതികൾക്ക് 16% പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, ഇൻഫെർട്ടിലിറ്റി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. ഈ ഒരു റേറ്റ് തന്നെ കേരളത്തില് വളരെ കൂടുതലാണ്, അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതിയും, അതായത് ഒരു വ്യക്തിക്ക് ആണായാലും പെണ്ണായാലും ദത്തെടുക്കാമെന്ന ആ ഒരു നിയമ ഭേദഗതിയും ഒപ്പം തന്നെ ഇത്തരത്തില് ഇൻഫെർട്ടിലിറ്റി റേറ്റ് കൂടി നിൽക്കുമ്പോൾ കേരളത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ഡിമാൻഡ്, അതായത് ഇത്തരം ശിശുക്കളുടെ ഡിമാൻഡ് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഈ വർദ്ധിച്ച ഡിമാൻഡിനെ മുതലെടുപ്പ് നടത്തുന്നതാണ് ഈ സംഘങ്ങളുടെ ഏർപ്പാട്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ഇതിനകത്ത് വളരെ ഗൗരവതരമായിട്ട് സർക്കാർ ഇടപെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയ്ക്ക് ഹീനമായിട്ട്, അതായത് വെറും കച്ചവട മനസ്ഥിതിയോടെ മാത്രം ഒരു മനുഷ്യജീവനെ കരുതുക എന്ന് പറഞ്ഞാല് അത് ശരിക്കും ഒരു അന്യായമായ കാര്യമാണ്. കാരണം മനുഷ്യജീവൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉള്ളത് ദൈവത്തിന് ദാനമായിട്ട് നൽകുന്നതാണ്. അപ്പൊ ആ ജീവനെ നമ്മൾ കണക്കാക്കേണ്ടത് ദമ്പതികളുടെ, അതായത് വിവാഹിതരാകുന്ന ദമ്പതികളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹത്തിൽ നിന്ന് ഉരുവാക്കപ്പെടുന്ന ആ ജീവനെ അത്രയും പരിഭാവനമായിട്ട് കണ്ടുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യജീവനെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ദമ്പതികൾക്കാണ് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴുള്ള നിയമങ്ങളും മറ്റുമനുസരിച്ച് ഇത്തരത്തിൽ ഈ മനുഷ്യജീവനെ പരിപോഷിപ്പിക്കേണ്ടത് ദമ്പതികളല്ല എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് തികച്ചും തെറ്റായിട്ടുള്ള നിയമങ്ങൾ ഇപ്പൊ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ കിട്ടാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാകാത്ത ദമ്പതികളെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണ്.
ഇതിന് മുതലെടുക്കുന്നവരെയാണ് നമ്മൾ ശരിക്കും കണ്ടെത്തി അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം കൃത്രിമമായിട്ട് ഉണ്ടാകുവാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും IVF പോലെയൊക്കെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും അതിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കൂടി ഇത്തരത്തിൽ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി എന്നൊക്കെ പറയുന്നത് നമ്മൾ വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, മനുഷ്യജീവനേക്കാൾ വിലമതിക്കുന്ന രീതിയിൽ മറ്റു മൃഗങ്ങളുടെയോ ഇപ്പൊ നമുക്ക് നായ്ക്കളെ തടഞ്ഞിട്ട് നടത്താനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അത്തരത്തില് മനുഷ്യജീവനെ വില കൽപ്പിക്കാത്ത ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് വേദനാജനകമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളെ നിരോധിക്കേണ്ടത് അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. സർക്കാർ ഇതില് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് വ്യക്തികൾക്ക്, അതായത് ഇൻഡിവിജ്വൽസിന് ദത്തെടുക്കാമെന്ന് പറയുന്ന ആ ഒരു ഭേദഗതിയെ മാറ്റേണ്ടതുണ്ട്. കാരണം ഇവിടെ വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് തന്നെ 16% കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ആ ദമ്പതികളെക്കാൾ ഉപരിയായിട്ട് വ്യക്തികളെ പ്രാധാന്യം കൊടുത്തിട്ട് വ്യക്തികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് തികച്ചും അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് പൊതുജനത്തെ എത്തിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലുള്ള ഈ വ്യക്തികൾക്ക് ദത്തെടുക്കാമെന്ന ഒരു നിയമത്തെ എടുത്തു കളയേണ്ടതുണ്ട്. ദമ്പതികൾക്കാണ് കുഞ്ഞുങ്ങളെ നൽകേണ്ടത്. വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ നമുക്ക് കണ്ടീഷൻസ് വെച്ച് അവർക്ക് ദത്ത് നൽകാനുള്ള ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത്. അതില്ലാത്തിടത്തോളം ഇത്തരത്തില് വർദ്ധമാനപരമായിട്ടുള്ള, അതായത് കൂടുതലായിട്ട് ആളുകൾ ഇത്തരത്തിൽ ദത്തെടുക്കാൻ തയ്യാറാവുകയും അത് അനീതിപരമായിട്ടുള്ള അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള രീതിയിലേക്ക് കടന്നു വരികയും പലരും സാമ്പത്തികമായിട്ടുള്ള ഉദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റു പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ദത്തെടുക്കാൻ സന്നദ്ധരായി വരുന്നവര് കൂടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. തികച്ചും വേദനാജനകരമായിട്ടുള്ള ഈ ഒരു വാർത്ത വന്നപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. ഈ നിയമത്തിന്റെ പ്രശ്നം കൂടെ, അതായത് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടില് വ്യക്തികൾക്ക് ദത്തെടുക്കാമെന്ന് പറയുന്ന നിയമത്തിന്റെ വിഷയം കൂടെ ഇതിനകത്ത് പ്രശ്നമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നിയമ ഭേദഗതിയും കൂടെ എടുത്തു കളയണം. വ്യക്തികൾക്കല്ല, ദമ്പതികൾക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനായിട്ടുള്ള അവകാശമുള്ളത് എന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. മാത്രമല്ല ഇത്തരം പ്രവണതകളും അതുപോലെ തന്നെ ഇത്തരം ലാഭേച്ഛയോടുകൂടെ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘങ്ങളുണ്ടെങ്കിൽ പോലീസും സർക്കാരും ഇതിനുവേണ്ട അടിയന്തര നടപടികൾ സ്വീകരിച്ച് ഇത് തടയാനായിട്ടുള്ള മാർഗവും ഒപ്പം തന്നെ ഒരു ബോധവൽക്കരണവും പൊതുജനത്തിനിടയിൽ ഒരു ബോധവൽക്കരണവും നൽകേണ്ടതുണ്ട്. ജീവൻ ഏറ്റവും പരമമായിട്ടുള്ള മനുഷ്യജീവനെ പരിപോഷിപ്പിക്കേണ്ടതും മനുഷ്യജീവന് വില കൽപ്പിക്കേണ്ടതും നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയണമെന്നും കൂടെ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ ബക്കറ്റിലൊക്കെ പിള്ളേരെ ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ പല രീതികളിലും ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല രീതികളിലും കുട്ടികളെ ഉപേക്ഷിക്കുന്ന അമ്മമാരുടെ എണ്ണത്തെക്കുറിച്ച് എങ്ങനെ വിലയിരുത്താൻ? കേരളത്തിന്റെ സംസ്കാരം മാറുകയാണോ? വിദേശ രാജ്യങ്ങളിൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ അബോർഷൻ ഒരു വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നതെന്നറിയാം. കാരണം അവിടെ 18 വയസ്സായ എല്ലാവരും സ്വതന്ത്രരാണ്, ഫ്രീ സെക്സ് ആണ്. അവരെ സംബന്ധിച്ച് ഈ ഗർഭചിത്രം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവര് ഗർഭചിത്ര നിരോധനം നടത്തിയ അതുകൊണ്ട് വ്യാപകമായി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതേ ഒരു സംസ്കാര ശൈലിയിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണോ ഇതുപോലെ ഈ കുട്ടികളെല്ലാം ബക്കറ്റുകളിലും അവിടെ ഇവിടെയെല്ലാം തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോഴ് നമ്മുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ നിലവാരം വളരെ താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അടുത്ത് കാണുന്ന ചില വാർത്തകളെ ഇപ്പൊ ശ്രദ്ധിച്ചാലറിയാം. അധ്യാപന രംഗത്ത്, അതായത് ഗുരുഭൂതർ എന്ന് പറയുമ്പോൾ ദൈവതുല്യരായി കണക്കാക്കുന്ന ഒരു അവസ്ഥയുള്ളിടത്ത് ഈ അധ്യാപകർ തന്നെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് ഒരു സൂചനയാണ്. കേരളത്തിന്റെ പൊതുബോധം അല്ലെങ്കിൽ പൊതു സംസ്കാരത്തിലെ ധാർമ്മികതയുടെ നിലവാരം താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇപ്പോഴും ജീവനെ സംബന്ധിച്ചും മനുഷ്യജീവനെ സംബന്ധിച്ചും വന്നിരിക്കുന്നത്. അതായത് ഒരു വിവാഹം എന്ന കൺസെപ്റ്റിന്, വിവാഹം എന്ന ആ ഒരു ചിന്ത തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിവാഹം എന്തിനെ എന്ന് ചോദിക്കുന്ന യുവതലമുറ കടന്നു വരുന്നു. വിവാഹം എന്തിനു വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ വിവാഹിതരായാൽ തന്നെ എന്തിനു കുട്ടികൾ. അപ്പോഴ് ഈ വിവാഹത്തിന്റെ മൂല്യം തന്നെ
താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. വിവാഹം എന്തിനാണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിലനിൽക്കുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ്. വിവാഹം വെറും ലൈംഗിക ബന്ധത്തിന് മാത്രമുള്ളതാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ അതിനകത്തുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം, ആ രീതിയാണ് മനസ്സിലാക്കി വരുന്നത്. അപ്പൊ ഇവിടെ പൊതുബോധത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള ആ ഒരു ജീർണതയാണ് ഇത്തരത്തില് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാനും അതല്ലെങ്കിൽ ഭ്രൂണഹത്യ എന്ന ആ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുവാനും ഒക്കെ ഇടയായിട്ടുള്ളത് എന്നതാണ്. മനുഷ്യജീവൻ അതിന്റെ പ്രാരംഭഘട്ടം മുതൽ ഭ്രൂണാവസ്ഥ മുതൽ മരണം വരേക്കും അതിനെ സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാർ നഴ്സുമാരൊക്കെ പ്രവർത്തിക്കുന്നത്. അവരത്തരത്തിലൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതേ ഡോക്ടർമാർ തന്നെ അതല്ലെങ്കിൽ അതേ സർക്കാർ തന്നെ ഇതിനെ ഭ്രൂണഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇവിടെ മനുഷ്യജീവനെ കുറിച്ചുള്ള വില ഇല്ലാതാവുകയാണ്. 1971 MTP ആക്ട് എന്ന് പറയുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന നിയമം വെച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഈ 50 വർഷത്തിലധികമായിട്ട് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ ഭ്രൂണഹത്യ മൂലം നശിപ്പിച്ചതെന്ന് കൂടെ നമ്മൾ തിരിച്ചറിയണം. ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലെ വെറും ലൈംഗിക ബന്ധത്തിന് മാത്രം പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നു, അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വരുന്ന കുഞ്ഞുങ്ങളെ ആരും അറിയാതെ ഉപേക്ഷിക്കാനായിട്ട് ഇടം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടു, കിണറ്റിലെറിയുന്നു, അതല്ലെങ്കിൽ റോഡിലെറിയുന്നു, കുപ്പത്തൊട്ടിയിലിടുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇവിടെ ഈ ദമ്പതികൾക്ക് അല്ലതല്ലെങ്കിൽ ഇത്തരത്തിലെ ഉപേക്ഷിക്കുവാൻ തയ്യാറായിട്ടുള്ളവർക്ക് വേണ്ടത്ര സുരക്ഷ നൽകുന്നതിന് അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനുമായിട്ടുള്ള സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള ആശ്രയ കേന്ദ്രങ്ങളും തുടങ്ങേണ്ടതായിട്ടും കൂടെയുണ്ട്. കാരണം ഇപ്പോഴ് ഒരു സ്ത്രീ ഇപ്പൊ ഈ കോട്ടയം ഈരാറ്റുപേട്ടയിൽ നടന്ന സംഭവം നമ്മൾ തിരിച്ചറിയണം. കാരണം ആ സ്ത്രീ സൈറ്റിനകത്ത് അതായത് ഓൺലൈൻ സൈറ്റിനകത്ത് സെർച്ച് ചെയ്തപ്പോൾ ഈ പറഞ്ഞ സ്ഥലം കോട്ടയത്തെ ഈരാറ്റുപേട്ടയിൽ ഈ സ്ഥലം കണ്ടെത്താനുണ്ടായത്. നേരെ മറിച്ച് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ സംരക്ഷിക്കുവാനും പ്രസവിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഇടങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഈ സ്ത്രീ വരുമായിരുന്നു. പക്ഷെ ഇപ്പോഴും അത്തരം സ്ഥാപനങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഇവരിത്തരത്തിലുള്ള ലാഭേച്ഛയ്ക്കായിട്ട് അല്ലെങ്കിൽ വെറും കച്ചവടമായിട്ട് നടത്തുന്ന ഈ സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. പൊതുസംസ്കാരത്തിനകത്ത് ഈ ഒരു ധാർമ്മിക അധപതനം വന്നപ്പോൾ കുഞ്ഞുങ്ങൾ എന്തിനെ എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ കടന്നു വരുന്ന ആളുകൾ ചിന്തിച്ചു തുടങ്ങി. എന്നാൽ ഇത്തരത്തില് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയാതെ അവരെ പ്രസവിക്കുവാൻ തയ്യാറായിട്ട് വരുന്ന സ്ത്രീകൾക്ക് താമസിച്ച് പ്രസവിക്കുവാനുള്ള സൗകര്യം ഒരുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള NGOകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും സർക്കാർ തന്നെയാണ്. പക്ഷെ നിലവിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അത്തരത്തിൽ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളെ പോലും അടച്ചുപൂട്ടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം, കേരളത്തിൽ പല സ്ഥാപനങ്ങളും ഈ സർക്കാരിന്റെ JJ ആക്ട് പ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൊണ്ടുവന്നതിന് ശേഷം അവർ പറയുന്ന ആ ഒരു കണ്ടീഷനുകൾ മുഴുവനും ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ നല്ല രീതിയിൽ നടത്തി വന്നിരുന്ന പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഇത്തരത്തിൽ ആരംഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം സന്നദ്ധരായി വരുന്ന NGOസിനെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടെയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തില് സാമ്പത്തികമായിട്ട് അതല്ലെങ്കിൽ കച്ചവട മനസ്ഥിതിയോടെ വരുന്ന സംഘങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തി അതല്ലെങ്കിൽ ഇത്തരം കച്ചവടം നടത്തുവാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി വരുന്നത് എന്നും കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കൂടി ഒന്ന് തിരികെ പോവുകയാണ്. അങ്ങ് സൂചിപ്പിച്ചു ഈ വ്യക്തികൾക്ക് ദത്തെടുക്കാനുള്ള പ്രൊവിഷൻ അത് എടുത്തു കളയേണ്ടതാണ് എന്ന്. അതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് അങ്ങ് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഈ സംസ്ഥാന സർക്കാർ അത് എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? കാരണം അങ്ങനെ വ്യക്തികൾ അങ്ങ് പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു സീരിയസ്നെസ് പിടുത്തം കിട്ടിയത്. ദമ്പതികൾക്കപ്പുറം വ്യക്തികൾ എടുക്കുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള ദുരുപയോഗത്തിനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുമുണ്ടല്ലോ അതില്. അതെ, 1956 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിന്റനൻസ് ആക്ട് പ്രകാരം വിവാഹിതരായ നമ്മുടെ സ്ത്രീ പുരുഷന്മാർക്ക് ദത്തെടുക്കാമെന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് വ്യക്തത കുറവായിരുന്നു. അങ്ങനെ വന്നപ്പോൾ 2015 ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ
CAR ഖേര എന്ന് പറയും, അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് ഇറങ്ങാണ് ഉണ്ടായത്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു വ്യക്തി അത് വിവാഹിതനാകണമെന്നില്ല. ഇനിയിപ്പോ വിവാഹിതരായാലും എടുക്കാം, വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്കും എടുക്കാം, വിഡോസിന് എടുക്കാം, ഡിവോഴ്സിക്ക് എടുക്കാം. അതുപോലെ തന്നെ മറ്റ് വിവാഹിതരാകാത്ത വ്യക്തികൾക്കും കുഞ്ഞുങ്ങളെ ദത്തെടുക്കുവാനായിട്ടുള്ള അനുമതി നൽകാണ് ഉണ്ടായത്. നമുക്കറിയാം, ഇപ്പോഴ് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല സിനിമാ ഫീൽഡിലുള്ളവരും അത്തരത്തിൽ വിവാഹിതരാകാതെ തന്നെ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുന്നു. അപ്പൊ ഇവിടെ വരുന്നൊരു വിഷയം എന്താണെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ നോക്കി പരിപാലിക്കുവാനായിട്ട് എപ്പോഴും മാതാപിതാക്കൾ ഉണ്ടാകണം. മാതാവ് ഉണ്ടാവണം, പിതാവ് ഉണ്ടാവണം. പക്ഷെ ഇവിടെ ഒന്നുകിൽ മാതാവ് ഉണ്ടാവും അല്ലെങ്കിൽ പിതാവ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു പോരായ്മ ഈ വളർന്നു വരുന്ന കുട്ടിക്കുണ്ടാകും. അതാണ് വലിയൊരു പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ദമ്പതികൾക്ക് മാത്രമേ ദത്തെടുക്കുവാനായിട്ടുള്ള അവകാശമുള്ളൂ എന്ന രീതിയിലേക്ക് നമ്മുടെ നിയമത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ശരിക്കും ആ നിയമത്തിന്റെ ആ ഒരു വലിയ വിഷയം ആരും അത്ര ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പൊതുജനം ഇത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള അതല്ലെങ്കിൽ ധാർമ്മികതയെ ഒട്ടും വില കൽപ്പിക്കാത്ത ഇത്തരം നിയമങ്ങളും നിയമ ഭേദഗതികളും വന്നത് പൊതുജനം തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അത് ഗൗരവത്തിലെടുക്കുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പ്രോലൈഫേഴ്സ് ഇടപെടുന്നത്. അപ്പോഴിവിടെ ഈ നിയമമാണ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്കും സങ്കീർണതകളിലേക്കും എത്തിക്കുന്നത്. അതിനകത്ത് പറഞ്ഞു വെക്കുന്നതാണ്, കുഞ്ഞും അതുപോലെ ദത്തെടുക്കുന്ന ആളും തമ്മിൽ 25 വയസ്സിന്റെ അല്ലെങ്കിൽ 25 വർഷത്തിന്റെ ഡിഫറൻസ് ഉണ്ടാകണമെന്ന് മാത്രമാണ് അതിലൊരു കണ്ടീഷൻ വെക്കുന്നുള്ളൂ. ഒപ്പം തന്നെ ആണുങ്ങളാണ്, അതായത് ഒരു വ്യക്തി ആണാണെങ്കിൽ ആ ദത്തെടുക്കുമ്പോൾ പെൺകുഞ്ഞിനെ ദത്തെടുക്കുവാനായിട്ട് പറ്റില്ല, ആൺകുഞ്ഞിനെ മാത്രമേ ദത്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുകൊണ്ടൊന്നും ആയില്ല. കാരണം ഇന്ന് നമുക്കറിയാം, സ്വവർഗരതിക്ക് പോലും അനുമതി നൽകിയിട്ടുള്ള ഭാരതത്തിൽ, സ്വവർഗരതിക്ക് അനുമതി നൽകിയിട്ടുള്ള ഭാരതത്തിൽ ഇത്തരത്തില് ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളെ എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്തിനാണ് ഈ സാഹചര്യം ഒരുക്കുന്നത്? ദമ്പതികൾക്ക് മാത്രമായിട്ട് ദത്തെടുക്കുവാൻ പാടുള്ളൂ എന്നൊരു നിയമം ഇവിടെ കൊണ്ടുവരുവാനായിട്ട് എന്താണ് പ്രയാസം? ദമ്പതികൾ എത്രത്തോളം ദമ്പതികൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യയിൽ 16%, കേരളത്തിൽ അതിനേക്കാൾ അധികമായിട്ട് നവദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ അവർക്ക് കുഞ്ഞിനെ നൽകാതെ എന്തിനാണ് ഈ വ്യക്തികളെ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്? അപ്പൊ ഈ നിയമം തന്നെ ഇവിടെ മാറ്റി എഴുതപ്പെടേണ്ടതുണ്ട്. ഒരിക്കലും ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പാടില്ല. ദമ്പതികൾക്ക് മാത്രമേ ദത്തെടുക്കുവാൻ പാടുള്ളൂ. അത്തരത്തില് നിയമത്തെ പുതുക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറയുക. ഈ പ്രോലൈഫ് സമിതി സർക്കാരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടോ? ഈ നിയമത്തിന്റെ ഈ ദൂഷ്യവശത്തെ കുറിച്ച് നമ്മളിപ്പോഴ് ഒരു പത്രപ്രസ്താവന നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനുവേണ്ട നടപടി എടുക്കുവാനായിട്ടുള്ള സമ്മർദ്ദവും നമ്മൾ സർക്കാർ തലത്തില് ചെയ്തു വരുന്നുണ്ട്.